Hi all, I am Abhina. Today we are going to discuss about depository system. Depository system is also known as scriptless trading system. It is an organization which holds the securities of a shareholder in the form of electronic accounts in the same way a bank holds the money. അതായത് ഡിപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ ഹോൾഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെയാണ് ഡിപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ മണി ഹോൾഡ് ചെയ്യുന്ന സെയിം ഫോർമാറ്റാണ് ഇവിടെയും ഉള്ളത്. ഇതിനെ സ്ക്രിപ്റ്റ്ലെസ് ട്രേഡിംഗ് സിസ്റ്റം എന്ന് അറിയപ്പെടും. പിന്നെ ക്ലയൻറ്റ് സെക്യൂരിറ്റീസിൻ്റെ കസ്റ്റോഡിയൻ ആയിട്ടാണ് ഡിപ്പോസിറ്ററി സിസ്റ്റത്തിനെ അറിയപ്പെടുന്നത്. പിന്നെ ഇതിനൊരു ഏജൻറ് ഉണ്ട്. അതായത് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്നാണ് ഏജൻസിനെ പറയുന്നത്. ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജൻറ്റ്സ് ആണ്. അവരെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്നാണ് പറയുന്നത്. Who is a depository participant? A depository participant is an agent of the depository who is authorized to offer depository services to all the investors. ഇൻവെസ്റ്റേഴ്സിന് ഡിപ്പോസിറ്ററി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പോസിറ്ററി സിസ്റ്റത്തിൻ്റെ ഏജൻസിനെയാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. Depository participant is the intermediary between the investor and the depository. ഡിപ്പോസിറ്ററിയും ഇൻവെസ്റ്റേഴ്സിനും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. എ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഹാസ് ടു ബി രജിസ്റ്റേർഡ് വിത്ത് സെബി. ഇങ്ങനെയുള്ള ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്സ് സെബിയുമായിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കണം. എ ഡി പി ഈസ് ജസ്റ്റ് ലൈക്ക് എ ബ്രാഞ്ച് ഓഫ് എ ബാങ്ക്. ബാങ്കിൻ്റെ ബ്രാഞ്ച് പോലെയാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസും. അതായത് ഇപ്പം SBIൻ്റെ ബാങ്ക് ആണെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവില്ലേ, അതുപോലെ ഡിപ്പോസിറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു ബ്രാഞ്ചസ് ആയിട്ടാണ് depository participants അറിയപ്പെടുന്നത്. An investor can open an account through the DP only known as Demat account. ഇൻവെസ്റ്റേഴ്സിന് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വഴി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. അതിന് ഡിമാറ്റ് അക്കൗണ്ടുകൾ എന്നാണ് പറയുന്നത്. ഹൂ ക്യാൻ ബി എ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്സ്? ഇനി ആർക്കൊക്കെയാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ആവാൻ കഴിയുക എന്നാണ്. ഫസ്റ്റ് വൺ, എ പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, എ ഫോറിൻ ബാങ്ക് operating in India with the approval of RBI, state financial corporations, a clearing house or clearing corporations, non-banking financial companies, stock brokers, custodians, a registrar to an issue or share transfer agent. ഡിപ്പോസിറ്ററീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 2 ടൈപ്സ് ഡിപ്പോസിറ്ററീസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ്, സെക്കൻഡ് വൺ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. National Securities Depository Limited, first and the largest depository in India, established in 1996. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1996ലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിപ്പോസിറ്ററി ആണ് നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ്. ഇറ്റ് ഈസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഫോംഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956. കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഏത്? നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ്. NSDL interact with investors and clearing members through market intermediaries called depository participants. NSDL ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അവരുടെ ഏജൻറ്റ്സ് ആയിട്ടുള്ള ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് വഴിയാണ്. SHCIL ഈസ് ദ ഫസ്റ്റ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് രജിസ്റ്റേർഡ് വിത്ത് NSDL. NSDL വഴി ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് HSCIL. Central Depository Service Limited, CDSL is the second depository in India. ഇന്ത്യയിലെ സെക്കൻഡ് ഡിപ്പോസിറ്ററി സിസ്റ്റമാണ് CDSL. CDSL commenced operation in 1999. 1999ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. The objective of CDSL is to provide convenient, dependable and secure depository services at affordable cost. അഫോർഡബിൾ കോസ്റ്റിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് CDSLൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. PSU disinvestment can be done through CDSL system. അതായത് എന്ത് ചെയ്യാൻ പറ്റും? CDSL സിസ്റ്റം വഴി PSU ഡിസിൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ പറ്റും. CDSL ഹാസ് എ യൂണീക്ക് സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ്. ഇതിന് യൂണീക്കായിട്ടുള്ള സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ആണ് ഉള്ളത്. അടുത്ത ഫങ്ഷൻസ് ഓഫ് NSDL ആൻഡ് CDSL. മെയിൻ്റനൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ബെനിഫിഷ്യൽ ഹോൾഡിംഗ് ഇൻ ഇലക്ട്രോണിക് ഫോം, ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് റീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, account transfer for settlement of traders in electronic shares, facility for freezing or locking of investor accounts, facility for pledge and hypothecation of securities. ഇനി ഡിപ്പോസിറ്ററി സർവീസസിൻ്റെ ബെനിഫിറ്റ് ആണ് എ സേഫ് ആൻഡ് കൺവീനിയൻറ്റ് വേ ടു ഹാൻഡിൽ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് ഹാൻഡിൽ ആയിട്ടുള്ള സേഫ് ആൻഡ് കൺവീനിയൻറ്റ് വേ ആണ്
ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നോ ഓവർലോഡ് പ്രോബ്ലം ഒന്നുമില്ല. നോമിനേഷൻ ഫെസിലിറ്റി, ഹോൾഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് സിംഗിൾ അക്കൗണ്ടിൽ തന്നെ ഇക്വിറ്റിയും ഡെപ്റ്റും ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. റിഡക്ഷൻ ഇൻ പേപ്പർ വർക്ക് റിഡക്ഷൻ in the transaction cost, elimination of risk associated with physical certificates. ഇതിൻ്റെ ഡ്രോബാക്സ് ആണ് മൾട്ടിപ്പിൾ ഡിപ്പോസിറ്ററി മോഡൽ, ആബ്സെൻസ് ഓഫ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് കോർപ്പറേഷൻസ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഡിമാറ്റ് ട്രേഡിംഗ് എമംഗ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറൻഷ്യൽ റേറ്റ്സ്, ചാൻസസ് ഓഫ് കോൺട്രിഫീറ്റിംഗ്. ഇതിൻ്റെ സർവീസസ് ആണ് ഓപ്പണിംഗ് എ ഡിമാറ്റ് അക്കൗണ്ട്, dematerialization, rematerialization, maintaining records of securities, settlement of traders, pledging of dematerialized securities, corporate action, SMS alert facilities. Thank you.